സുഹൃത്തുക്കളെ, പ്രമോദ് പെരുന്നവണ്ണയാണ്. മിനിഞ്ഞാന്ന് രാത്രി 7 മണിക്ക് ആലിപ്പറമ്പ് പഞ്ചായത്ത് നിന്ന് ആധാരങ്ങൾ, അതായത് ഈ EMS ഭവന പദ്ധതിയുടെ ആധാരങ്ങൾ അവിടുത്തെ സെക്രട്ടറിയോ അവിടുത്തെ ജീവനക്കാരോ അവിടുത്തെ രജിസ്റ്ററിൽ ആധാരങ്ങൾ അവിടുന്ന് എടുത്ത് വേറെ കക്ഷികൾക്ക്, അതിൻ്റെ ആധാരത്തിൻ്റെ കക്ഷികൾക്ക്, ആധാരത്തിൻ്റെ ഓണർ ആരാണെന്ന് വെച്ചാൽ അവർക്ക് അത് കൊടുക്കുമ്പോൾ ഒരാധാരം എന്ന് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ട്. സാധാരണ ഒരു കടലാസ് പേപ്പർ കൊടുക്കണ പോലെയല്ല. അപ്പോൾ ഈ ആധാരം അവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് ഈ കക്ഷികൾ ഒപ്പിട്ടിട്ട് വേണം അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ. അതുപോലും ഇല്ലാതെ 14 കൊല്ലം 15 കൊല്ലത്തിൽ പിടിച്ചു വെച്ച ആധാരങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് അലവിക്കുട്ടി എന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ മമ്മദ് പറഞ്ഞ ഒരാളും കൂടി വീടുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അവിടെ ഇതിൻ്റെ മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ഭരണസമിതിയുടെ മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിൻ്റെ ഡീസൽ അടിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സിൽബന്ദികൾ കൂടി പോണ ഒരു ചുവന്ന കാറിൽ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുകയും അതിൻ്റെ ബില്ല് കൂടി പഞ്ചായത്തിൻ്റെ ബില്ലിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൽ ഞാൻ വിജിലൻസിലൊരു പരാതി നൽകിയിരുന്നു. ആ വിജിലൻസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വിജിലൻസ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പരിശോധന നടത്തുകയും അവിടെ പിടിച്ചു വെച്ച 159ഓളം ആധാരങ്ങൾ വിജിലൻസ് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണിത്. 8-10 വർഷമായിട്ടുണ്ടാവും. കൃത്യമായിട്ട് രേഖ പരിശോധിച്ച ആളൊക്കെ നമ്മളെ അറിയണ ആൾ തന്നെയാണ്. നമ്മളെ നന്നായിട്ട് പരിചയമുള്ള ആളാണ്. ആ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്ത് പറഞ്ഞാൽ ലീഗിൻ്റെ കുത്തകയാണ്. ആ കുത്തക ഒന്നോ രണ്ടോ വട്ടമാണ് പൊളിച്ച് കൈ കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം പൊളിയും എന്നാണ് ഞങ്ങളൊക്കെ ശുഭാപ്തി വിശ്വാസം. ഓക്കെ, എന്തായാലും അന്ന് വിജിലൻസ് 159ഓളം ആധാരങ്ങൾ കൊണ്ടുപോയി. അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് അറിയാം. എന്നാൽ 450ഓളം ആധാരങ്ങൾ പഞ്ചായത്തിൽ പിടിച്ചു വെച്ചിരുന്നു. ഇപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പറയണത് വിജിലൻസ് ആധാരങ്ങൾ കൊണ്ടുപോയി, അത് കാരണം അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഞങ്ങളൊക്കെ ഇടപെട്ടിട്ട് പഞ്ചായത്തിൽ നിന്ന് കുറേ ആധാരങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ആധാരത്തിൻ്റെ ഉടമ പഞ്ചായത്തിൽ ഒപ്പിടണ്ടേ? ഇതെന്താ ചന്തയാണോ? പച്ചക്കറി വാങ്ങണ പോലെ വാങ്ങാനുള്ളതാണോ ഈ ആധാരങ്ങൾ? നേരെ മറിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഒരു വർഷമാണ് EMS ഭവന പദ്ധതി പ്രകാരം ആധാരം എടുത്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഉടനെ, ഒരു വർഷം കഴിഞ്ഞ ഉടനെ ആ ആധാരങ്ങൾ മുഴുവൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് നിന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരിക്കണത് UDF ആണ്. ഈ UDFൻ്റെ കാലഘട്ടത്തിലും ഇത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ UDF ഈ 15 വർഷക്കാലം ഭരിക്കണത് UDF-ആണ്? ഈ ഇന്ന് വീഡിയോ ഇട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പം നിലവിലുള്ള ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയണത് 15 വർഷമായിട്ട് ഇത് പിടിച്ചു വെച്ചു. ആര് പിടിച്ചു വെച്ചു? UDFൻ്റെ ഭരണസമിതി പിടിച്ചു വെച്ചു. പിന്നെ ഇപ്പം ഈ അടുത്ത് ഒരു വർഷമായിട്ട് വന്ന സെക്രട്ടറിയാണ് ഇതിന് ഉത്തരവാദി. പച്ച നുണ പറയുമ്പോൾ, പ്രസിഡന്റ് പച്ച നുണ പറയുമ്പോൾ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഇല്ല ആളുകൾ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ പ്രതികരണം. ഞങ്ങൾക്ക് LDFന് നേട്ടമുണ്ടാക്കാനല്ല. പക്ഷെ നിങ്ങൾ ഏത് ഭരണസമിതി ആയിക്കോട്ടെ, LDFൻ്റെ ഭരണസമിതി ആണെങ്കിൽ പോലും ഈ ഭവന പദ്ധതിക്ക്, EMS ഭവന പദ്ധതിക്കോ ലൈഫ് മിഷനോ ആധാരം പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല. അത് ഗവൺമെൻറ് നൽകണതാണ്.
ഈ ഗവൺമെൻറ് നൽകിയ ആധാരങ്ങൾ 12 വർഷക്കാലം അതിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമേ ഉള്ളൂ. ആ 12 വർഷത്തിനടക്കം അതിൽ ലോൺ അടക്കം മേടിച്ച ആളുകളുണ്ട്. അപ്പം ഇജാതി നോണ പൊതുജനത്തിൻ്റെ സമക്ഷം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നിങ്ങൾ ലീഗുകാർ ചിലപ്പോൾ തയ്യാറാവും, ഞങ്ങൾ LDF തയ്യാറാവില്ല. അപ്പോൾ പച്ച നോണ പടച്ചു വിടരുത്. പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളൊരു അധ്യാപകനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിവരവും നന്മയും നിങ്ങൾ നാട്ടുകാരോട് കാണിക്കണം. നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി 7 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് കുത്തി തുറന്ന്, അല്ലെങ്കിൽ നിങ്ങളെ സിൽബന്ധികളായ ഉദ്യോഗസ്ഥരെ വെച്ച് അവിടുന്ന് ആധാരം കട്ടെടുത്ത് അത് കൊണ്ടുപോയിട്ട് ലീഗുകാർക്ക് മാത്രം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ പക്ഷപാതിത്വമല്ലേ? എന്തുകൊണ്ട് CPM-കാരൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്കോ നിങ്ങൾ ആധാരം കൊടുത്തില്ല? ആ മഹാഭാവങ്ങൾ ജനങ്ങളല്ലേ? പിന്നെ ഈ 10-15 വർഷക്കാലം എന്തിനാണ് ഈ ആധാരം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ പിടിച്ചു വെച്ചത്? നിങ്ങളാ ആധാരങ്ങൾ കത്തിപ്പോയി എന്ന് പല ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ആ ആധാരങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ബാങ്ക് കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടാവും. ഈ വ്യാജ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് 2 ബാങ്കിൽ നിന്നും ലോൺ എടുത്ത മെമ്പർമാർ നിങ്ങളെ ഒപ്പമുണ്ട്. നിങ്ങളെ ബ്ലോക്ക് മെമ്പർമാരടക്കം, ലീഗിൻ്റെ ബ്ലോക്ക് മെമ്പറടക്കം വ്യാജ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് 2 ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത വ്യക്തികളുണ്ട്. നിങ്ങൾ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറം ചെയ്യും. മിനിറ്റ്സ് എടുത്തിട്ട് ഓടിയ പഞ്ചായത്ത് മെമ്പറുണ്ട് ഇപ്പോൾ ഇല്ലേ? നിങ്ങൾ ചെയ്യാത്ത എന്താ? നിങ്ങൾ ആ പഞ്ചായത്ത് വെച്ചിട്ട് ചെയ്യാത്ത തെമ്മാടുത്ത എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളെ നാട്ടിൽ വടക്കൻ സിറ്റിയിൽ കൊണ്ടുവന്ന സ്ലാബ് കല്ലുകൾ, സ്ലാബ് കൊണ്ടുവന്നിട്ടത് നിങ്ങൾ എടുത്തുകൊണ്ടേയില്ലേ? ആരും അറിയാതെ. കഴിഞ്ഞ വടക്കൻ സിറ്റി റോഡിൻ്റെ 3 ടാറിൻ്റെ വീപ്പ് അവിടുന്ന് കടത്തിയില്ലേ? നിങ്ങൾ എന്താണ് കടത്താത്തത്? നിങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ അവിടെ നോക്കിക്കൊണ്ട് പഞ്ചായത്ത് നിങ്ങൾ കട്ടെടുത്തിട്ട് എവിടെയും വിൽക്കണില്ല. തൂത പാലം കൊണ്ടുപോയിട്ട് വിൽക്കണില്ല. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നോണ പറയരുത് പഞ്ചായത്ത് പ്രസിഡന്റ്, അത്രേ പറയുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വെല്ലുവിളിച്ചിട്ടാണ് പറയണത്. എന്തുകൊണ്ട് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിങ്ങൾ ഇതിനും കൂടി ഒരു വീഡിയോ ഇട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ട് വെച്ചാൽ അതിനും കൂടി ഒരു വീഡിയോ ഇട്. എല്ലാ പഞ്ചായത്തിലും 1 വർഷം കഴിഞ്ഞാൽ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കണോ? എന്തുകൊണ്ട് 14-15 വർഷമായിട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഈ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കണില്ല? നിങ്ങൾ അതിന് തുറന്നു പറയും, അതിനുള്ള മറുപടി വരും. പിന്നെ EMSൻ്റെ ഭവന പദ്ധതി കാലത്ത് തന്നെ പഞ്ചായത്തിൻ്റെ തൊട്ടില്ല ലീഗിൻ്റെ 2 നില വീടില്ലോന് വേറെ വീട് നിങ്ങൾ കൊടുത്തില്ലേ? അതും ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ കുപ്പ ചെനക്കണോ? അപ്പോൾ ഗുഡ് നൈറ്റ് ലീഗുകാരാ.